ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ലാലേട്ടൻ ഇന്നൊരു യെല്ലോ കാർഡുമായിട്ടാണ് വരുന്നത്. വന്നതിന് ശേഷം ഹൗസ് മേറ്റ്സിനോട് പറയുന്നുണ്ട്, ഇത് യെല്ലോ കാർഡാണ്, ഇത് ഈ വീട്ടിൽ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് ആർക്കാണ് എന്നുള്ളത് മനസ്സിലായോ എന്നിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മത്സരാർത്ഥികളും അങ്ങോട്ടും ഇങ്ങോട്ടും നീയാണോ ഞാനാണോ എന്നുള്ള മട്ടിൽ പരസ്പരം മുഖത്തോട് മുഖത്ത് നോക്കി ഇരിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ എണീക്കുന്നതായിട്ട് ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നില്ല. ഈ ഒരു യെല്ലോ കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ ഒരു വ്യക്തിക്ക് ഈ ഒരു യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിൽ അടുത്ത തവണ അത് റെഡ് കാർഡായി മാറും. ഈ ഒരു റെഡ് കാർഡ് കിട്ടുന്ന പക്ഷം ആ ഒരു വ്യക്തിക്ക് എൻ്റെ കൂടെ തിരിച്ച് ഇങ്ങോട്ട് വരാം എന്നുള്ളതാണ് ലാലേട്ടൻ പറയുന്നത്. അതായത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാർഡാണ് യെല്ലോ കാർഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു സീസൺ 2 നമ്മുടെ DFK പോളി ഫിറോസിന് ഈ ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായി ഓർമ്മയില്ല. പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ എന്തായാലും ഈ ഒരു യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിൽ അടുത്ത തവണ റെഡ് കാർഡായിട്ട് മാറും. അതിനുശേഷം ആ ഒരു റെഡ് കാർഡ് കിട്ടുന്ന പക്ഷം ആ വ്യക്തി ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്നും എവിക്റ്റ് ആകും. കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കാർഡ് തന്നെയാണ് ഈ ഒരു യെല്ലോ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതാർക്കാണ് കിട്ടുന്നത് എന്നുള്ളത് പ്രൊമോയിൽ വ്യക്തമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മുടെ ജാൻമണിക്കായിരിക്കാം, അല്ലെങ്കിൽ സായിക്ക്. കാരണം സായി ഈ ഒരു റൂളൊക്കെ ബ്രേക്ക് ചെയ്ത് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും അകത്ത് പോയി പറഞ്ഞു കൊടുത്ത അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സായിക്ക്, അതുമല്ലെങ്കിൽ അഭിഷേക് ശ്രീകുമാറിന്. ഈ ഒരു 3 വ്യക്തികൾക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം കൃത്യമായിട്ട് ആർക്കായിരിക്കും അത് കിട്ടുക എന്നുള്ളത്. പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വീഡിയോയെക്കുറിച്ച് പറയാൻ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നത്.